വേറൊരു ചിക്കൻ വിഭവമാണ്. ഇതിൻ്റെ അത് സാധാരണ പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഫില്ലിങ്സ് ചേർക്കുന്നതാണ്. ഫില്ലിങ്സിന് ആവശ്യമുള്ളത് ചിക്കൻ, അത് ഉള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം വഴറ്റി ചിക്കൻ വേവിച്ചതും ഉരുളക്കിഴങ്ങ് വേവിച്ചതും പൊടിച്ച് ഇതിനകത്ത് ചേർക്കുന്നത്. കൈ കൊണ്ട് ഉടച്ചാലും വല്ല തവി വെച്ച് നല്ലോണം ഉടച്ചാലും മതി. അത് ഇതിനകത്ത്, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പ്രത്യേകിച്ച്. അത് ഇതിനകത്ത് ഓരോന്നിലും ഫില്ല് ചെയ്ത് മടക്കി പൊരിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം ഇത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് തന്നെ സൈഡ് നന്നായിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഫില്ലിങ്സ് പുറത്ത് വരും. അപ്പോൾ അതൊന്ന് ചെയ്താൽ മതി. പറഞ്ഞാൽ ലാസ്റ്റിൽ വെറുതെ ഒരു ഡിസൈനാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് മുകൾ വശത്തോട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗൺ ചിക്കനാണ്. അതായത് ഇത്തിരി നീളത്തിൽ ഇതുപോലെ ചിക്കൻ ബോൺലെസ് ചിക്കൻ മുളക് മഞ്ഞൾ ഉപ്പ് മിക്സ് ചെയ്ത് അതിന് ശേഷം എന്ന് പറയുന്നത് മൈദ വേണമെങ്കിൽ എപ്പോഴും കോൺഫ്ലവർ ഇതിനേക്കാൾ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ മാവിൽ മുക്കി ഡ്രാഗൺ മൈദ ഇത്തിരി ഒന്ന് ചൂടായി വരട്ടെ, അത് ഇളകി വരുന്നുള്ളൂ. അടുത്തതായി ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന വിധാനം. നേരത്തെ അതേ ഫില്ലിങ്സ് വെച്ച്
പിന്നെ ബോണ്ട ഉണ്ടാക്കുന്നത് പോലെ നേരത്തെ ഡ്രാഗൺ ചിക്കൻ ബോണ്ട് ഉണ്ടാക്കുന്നതാണ്. നേരത്തെ ഫില്ലിങ്സ് അത് തന്നെ ഉരുട്ടിയെടുത്ത് കുറച്ച് മൈദമാവ്, ഡ്രാഗൺ ചിക്കൻ്റെ മാവ് കലക്കില്ല അതിനേക്കാൾ ഒരിച്ചിരി കൂടെ കട്ടി കൂടി ബോണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ ഫില്ലിങ്സ് അതിനകത്ത് മുക്കി പൊരിച്ചെടുത്താൽ മതി, വറുത്തെടുത്താൽ മതി. ഇങ്ങനെയാണ് ബോണ്ട ഉണ്ടാക്കുന്ന മാവാണിത്. ഇതിനകത്തിട്ട് മാവ് ഇത്തിരി കട്ടിക്ക് വേണം. അതിങ്ങനെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഓരോ ഫില്ലിങ്സ് ഇരട്ടി വെച്ച ഫില്ലിങ്സ് എടുത്ത് മാവിൽ മുക്കി പൊതിഞ്ഞ് ഇതുപോലെ എണ്ണയിൽ വറുത്ത് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ ചിക്കൻ നിറച്ചത് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലെ തേങ്ങയും പഞ്ചസാരയൊക്കെ നിറച്ചിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ, ബോൺലെസ് ചിക്കൻ നീളത്തിൽ മുറിച്ച് മാവിൽ മുക്കി പൊരിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കമൻറ്റ് ഇടണം, ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് പ്ലീസ്. ചിക്കൻ ബോണ്ടയും റെഡിയായി. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ ട്വിൻസ് വ്ളോഗ് സബ്സ്ക്രൈബ്